ഭർത്താവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഭാര്യ ജൈനി രംഗത്ത് വന്നിരിക്കുകയാണ്. നിരവധി സംശയങ്ങളാണ് ഭർത്താവിൻ്റെ മരണത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും ആത്മഹത്യയിലേക്ക് പോകില്ല എന്നാണ് ജൈനി നമ്മളോട് പറയുന്നത്. നിരവധി സംശയങ്ങളാണ് ഈ മരണത്തിൽ ഭാര്യയായ ജൈനിക്കുള്ളത്. ജൈനി തന്നെ ഉണ്ടായ സംഭവങ്ങൾ നമ്മളോട് പറയുന്നതാണ്. ഭർത്താവ് മരിച്ചപ്പോൾ അറിയണേ? ശരിക്കും പറഞ്ഞാൽ ജാനുവരി 9-ാം തീയതി രാത്രി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയതാണ്. പക്ഷേ നമ്മൾ 10-ാം തീയതി വൈകിട്ട് എത്തേണ്ട ആൾ അന്ന് രാത്രി കണ്ടിന്യൂസ് ഞങ്ങൾ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും നോട്ട് അവൈലബിൾ ആ പറയുന്നുണ്ട്. രാവിലെ ഞാൻ 10-ാം തീയതി പിറ്റേ ദിവസം വൈകുന്നേരം ഏകദേശം എത്തേണ്ടതാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആ ടൈമിൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വിളിക്കാൻ തുടങ്ങിയതാണ്. ആ സമയം മുതൽ നോട്ട് അവൈലബിളാണ് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാത്രി ഏറെ കുറച്ച് വൈകിട്ടും എത്താത്തതുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞ് അപ്പയുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഒന്ന് വിളിക്കി. അപ്പോഴും അവൻ പറഞ്ഞത് ഇപ്പം ആ ടൈമിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ലല്ലോ അമ്മ, അപ്പം നമുക്ക് നോക്കാം, അപ്പം എന്തായാലും രാവിലെ എത്തുമായിരിക്കും എന്നുള്ള ഇതിൽ ഞങ്ങൾ അപ്പോൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ അമ്മ വിളിക്കണേന് ജൈനി ബിബിൻ എന്തോ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ MICUലാണ്, ജൈനി വേഗം ചെല്ലുമെന്ന് പറയണം. ഞാൻ 10-ാം തീയതി അല്ല 11-ാം തീയതി 2 ദിവസം കഴിഞ്ഞിട്ട് രാത്രി പോയി 10-ാം തീയതി ആള് തിരിച്ചെത്തേണ്ട ആള് എത്താതെ 11-ാം തീയതി രാവിലെയാണ് മരിച്ചു എന്നും പറഞ്ഞ് അമ്മക്ക് ഫോൺ ചെയ്യണേന്. ഇല്ല, അമ്മ ഇവിടെ ഇല്ല. അമ്മ കത്രിക്കടവില് പുള്ളിയുടെ തറവാട്ട് വീട്ടിലാണ്. അപ്പൊ അവിടെ വെച്ച് അമ്മയുടെ ഫോണിലാണ് വിളിക്കുന്നത്. പക്ഷെ അപ്പൊ അമ്മയാണെന്ന് പറഞ്ഞപ്പോ അവര് മെയിൽ നേഴ്സാണ് വിളിച്ചത്. അപ്പൊ ചേട്ടന്റെ മോനാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോഴ് മരിച്ചു എന്നാ പറഞ്ഞു. അപ്പം അമ്മേനോടായതുകൊണ്ട് അമ്മക്ക് പെട്ടെന്ന് ഷോക്കാതിരിക്കാൻ ഇങ്ങനെ ICUലാണെന്ന് പറഞ്ഞു. ആ വാർത്ത അമ്മ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനിവിടുന്ന് വിപിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മോനായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് 2 വീലറിന് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കണം ICUലല്ലേ, അപ്പം അതുങ്ങളെ കിട്ടും. അപ്പോൾ ചെല്ലുമ്പോഴും ഞാൻ ചെന്നപ്പോൾ ബോഡിയാണ് മൂടിയിട്ടേക്കണേണ്. അപ്പം എന്താ കാരണം, ഒന്ന് ഡോക്ടറിനെ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ ചോദിച്ചു. പക്ഷെ അവർ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ല. എന്നെ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കരച്ചിലും ബഹളോ ഇത്. പിന്നെ എന്നെ ചേട്ടൻ്റെ മോളാണ് വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതവിടെ കണ്ടിട്ട് മാറ്റി കിടത്തിയ ആളുകൾ പോലീസിനെ വിളിച്ചു. അവര് ട്രാക്കിൽ കിടന്നെന്നാണ് അവര് പറഞ്ഞത്. ട്രാക്കിൽ നിന്ന് അവര് ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെ റെയിൽവേയുടെ ട്രാക്കിന്റെ അരികത്തുള്ള അവിടെ കിടത്തി 8ഓളം മണിക്കൂർ കിടന്നെന്നാണ് നമ്മളോട് പറയുന്നത്, കണ്ടവര് പറയണത്. കാരണം പുള്ളി ഓർമ്മയുണ്ട്, നല്ല ബ്രീത്തിങ്, പക്ഷേ സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇത്. അങ്ങനെ ഇത്രയായിട്ടൊന്നും കഴിക്കൂല, കഴിക്കുള്ളൂ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ സാധാരണ ഇപ്പൊ എല്ലാവരും കുടിക്കണല്ല അങ്ങനത്തെ കൂടുതൽ അങ്ങനെ ഇത്ര അങ്ങനെ ഓവറായിട്ട്. ഈ എനിക്ക് മെയിനായിട്ട് ബിബിൻ ഇപ്പം എന്ത് വന്ന് മരിച്ചാലും നമ്മളത് ചെയ്യണം. പക്ഷേ ഈ 10:30 മണിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കൺട്രോൾ പോലീസുകാർ എത്തിച്ചു എന്ന് പറയണം നമ്മളോട്. രാത്രി 10:30, 10-ാം തീയതി രാത്രി, അതായത് 10-ാം തീയതി വൈകിട്ട് എത്തേണ്ട ആള് ട്രാക്കിൽ കിടക്കുന്ന മാറ്റി കിടത്തിക്കണല്ലേ. അപ്പം നമ്മൾക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ കണ്ടെത്തിയ ആളുകൾ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല, നിങ്ങളൊരു ഓട്ടോ പിടിച്ച് ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ ആളുകൾ റെസിഡൻസിനെ അറിയിച്ചെന്ന് പറയണം. എന്നിട്ട് ഓട്ടോ വിളിച്ച് അവർ തന്നെയാണ് പൈസയൊക്കെ പേ ചെയ്തത്. ഈ കൊണ്ടുപോയ ആളുകൾ പോലീസുകാര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് ഇവര് പ്രഷറും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് പിന്നെ ട്രിപ്പ് കൊടുത്തെന്നാണ് ഇവർ പറയണത്. അത് കാഷ്വാലിറ്റിയിൽ വെറുതെ കിടത്തി. അപ്പോൾ ഈ ലതികൻ എന്ന് പറഞ്ഞൊരു പോലീസാണ് കൺട്രോൾ റൂമിൽ. അയാൾ ഞങ്ങൾക്കോട് പറഞ്ഞത് അയാൾ നല്ല ബ്രീത്തിങ്ങും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആള് രാവിലെ എണീറ്റ് പോയിട്ടുണ്ടാവുന്നു. കുടിച്ച് എന്തെങ്കിലും ആണെങ്കിൽ ഓർമ്മ ഒന്ന് രാവിലെ പോയിട്ടുണ്ടാവുന്നു അത്ര. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല, 10:30 മണിക്ക് എത്തിയ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് 1 മണിക്കൂറിനകം നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, കാരണം രാവിലെ മരിച്ചതിന് ശേഷം ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഫോണിൽ അമ്മയുടെ ഫോൺ നമ്പർ കിട്ടണമെങ്കിൽ ബിബിൻ്റെ മൊബൈലിൽ നിന്നാണ് അവരെടുത്ത് വിളിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ അറിയിക്കാനത് ഇത്ര മണിക്കൂറുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും സംശയം ഹോസ്പിറ്റലുകാർ എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല. ഞങ്ങൾ എന്തോരം എല്ലാ രേഖകളും ഉണ്ടായിരുന്നു, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ ഒത്തിരി വിസിറ്റിംഗ് കാർഡ്സ്. ഇത് വിസിറ്റിംഗ് കാർഡ് എന്ന് വെച്ചാൽ അങ്ങനെ കേസുമായിട്ട് ബന്ധപ്പെട്ട ശാന്തി വക്കീലിൻ്റെ ഇതൊക്കെ നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ രേഖകളും. ഇതെല്ലാം ഉണ്ടായിട്ടും സംശയം ഇയാൾക്ക് എന്ത് പറ്റിയെന്ന്. കാരണം നല്ല ബ്രീത്തിങ് കൊണ്ട് ഒരാൾ മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഇതുമില്ല. പിന്നെ എന്തെങ്കിലും വന്നാൽ തന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ ട്രസ്റ്റിൽ എന്തെങ്കിലും ഞങ്ങൾ അറിയിച്ചെങ്കിൽ അപ്പം ഞങ്ങൾക്ക് 7-8 മണിക്കൂർ നമുക്ക് കിട്ടിയതാണ്, ഒരു ചാൻസ് കിട്ടിയിട്ട് നമ്മൾ അയാളെ മരണത്തിലേക്ക് തള്ളി വിട്ടുന്നതിന് ഇത് പറയാനുള്ളൂ. കാരണം ഞങ്ങളെ അറിയിച്ചെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ഇപ്പം മെഡിക്കൽ കോളേജിൽ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഈ ഡ്രസ്സായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ICUലേക്ക് അയാൾ നമ്മളെ കൊണ്ടുവരാന്നുള്ള ഒരു ഇതല്ലേ നമുക്ക് ICU എന്ന് വെച്ചാൽ നമ്മൾ എന്തോരാളുകൾ. പക്ഷെ ഇത്രയും ക്രിട്ടിക്കലായ ഒരാളെ ഒരു ട്രിപ്പ് ഇട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇവർ ക്രിട്ടിക്കലായെന്ന് പറഞ്ഞാൽ 5:30 മണിക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഒരാളുടെ ഒരു എന്താണ് കഞ്ചാവ് പിടിച്ച എന്തെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആണുങ്ങളായ അയാളുടെ പോക്കറ്റിലും പാൻറ്റിൻ്റെ പോക്കറ്റിലും ഷർട്ടിൻ്റെ പോക്കറ്റിലുമാണ് അവർ ഡോക്യുമെൻറ്റ്സ് എന്തായാലും ഇടും. പേഴ്സൊക്കെ അവർ ഈ ബാഗിൻ്റെ അകത്തൊന്നും വെക്കില്ല. ബാഗിൽ ഒരു ഡോക്യുമെൻറ്റ്സ് ഉണ്ടായി. ഇത് പോലീസുകാർ ജനങ്ങളുടെ കാവൽക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ജനങ്ങളുടെ എന്തെങ്കിലും അവർ ഇത് ഞങ്ങൾ സംശയമാണ്, ഞങ്ങളെ കേസ് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ ചാടിക്കടിച്ച് അവർ വിഷ്വൽസ് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു, CCTV ഇതൊന്നും നോക്കാതെ. പരാതി ആ ദിവസം ആ 7 കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്താണ്. അപ്പോഴും അവിടുത്തെ SHO ഞങ്ങളോട് തർക്കിച്ച് ഞങ്ങളോട് പറഞ്ഞു, സെൻട്രൽ സ്റ്റേഷനില പോലീസ് SHO എന്താണ് സന്തോഷ് കുമാർ എന്നാണ്, പിന്നെ കൺട്രോൾ റൂമിലെ ലതികൻ എന്ന് പറഞ്ഞാൽ പോലീസ് പറഞ്ഞത്. അയാൾ എണീറ്റ് പോയിട്ട് അതൊക്കെ എന്ത് അവരുടെ വീട്ടിലെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ആകെ ഉണ്ടായ ഒരു അന്തരിയാണ്. അമ്മ 87 ദിവസം അമ്മയ്ക്കൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ഇപ്പം ബിബിൻ എന്ന് വെച്ചാൽ ഒരു ബിബിൻ ഏറ്റവും നല്ല ആളാണ്. വെറുതെ മെക്കിട്ടേറി അങ്ങോട്ട് ചെല്ലേയില്ല ആയിട്ടുള്ളൊരു ആളാണ്. ജോലി ബോർഡ് വർക്ക്, അഡ്വർടൈസ്മെന്റ് ആണ്, പ്രസ്സും അതിനനുബന്ധിച്ച്. ആ മേഖലകളിലില്ല. പക്ഷേ അങ്ങനെയില്ല, ഈ ഞങ്ങളുടെ സിവിൽ കേസായിട്ട് ബന്ധപ്പെട്ട് അത് മെയിനായിട്ടുണ്ട്. അത് നല്ല ഇല്ല വേറെ ആരായിട്ടും ഇല്ല. പിന്നെ ആരെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സ് നമുക്കറിയാൻ പറ്റൂല എല്ലാവരും ഇവര് കൊച്ചാപ്പന്റെ വീട്ടുകാരെ ഞങ്ങൾക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം അത് തൊട്ടടുത്ത് വിപിൻ അവിടം വരെ എത്തിയേക്കണം. എന്നിട്ടും ആരും ഇതിന് ഇയാളെ പരിചയമായിട്ട് ആ ഒരു ഇതും കൊണ്ടുപോകാൻ അവരും കൊണ്ടുപോയില്ല. 8 മണിക്കൂറോളം അവരുടെ മുന്നിൽ അവരൊരു റോട്ടിൽ ഇട്ടേക്കണല്ലേ. അതും കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ആളല്ലേ, ഒരു മനുഷ്യ ജീവനല്ലേ കിടക്കണം. ഞങ്ങൾ ഇപ്പോൾ നമ്മളൊരാളെ കണ്ട ഇത്ര മണിക്കൂറുകളായിട്ടും അത് ഒരാൾ അലമ്പായിട്ട് നടക്കേണ്ട വ്യക്തിയാണ് കണ്ടാൽ തോന്നുന്നില്ല. പുള്ളി കണ്ണു വെച്ചൊക്കെ കാണിച്ചെന്നല്ലേ പറയണത്, ഇങ്ങനെ ആംഗ്യ ഭാഷ കാണിച്ച്. അപ്പെങ്കിലും ഒന്ന് ജീവനില്ലാത്ത ഒരാളെ അതല്ലല്ല, ജീവനോടെ മണിക്കൂറുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടും പുള്ളീനെ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടെന്നാണ് എൻ്റെ ഇത്. ഇതുപോലുള്ള മരണങ്ങൾ ധാരാളമുണ്ട്. ഇതെല്ലാം ഒരു ഫയലിൽ ഒതുങ്ങുകയാണ്. ബിബിൻ്റെ മരണം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതിൻ്റെ സംശയം കുടുംബത്തിനുണ്ട്. അത് യഥാർത്ഥ പ്രതികളിലേക്കും വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥരിലേക്കും ഇത് കണ്ടെത്തുക തന്നെ ചെയ്യും. നിയമപരമായിട്ടും എല്ലാ കാര്യങ്ങൾ കൂടിയാണ് ഇനി ബിബിൻ്റെ കുടുംബം മുമ്പോട്ട് പോകുന്നത്.